വിബ്ജിയോർ. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കേരള ഘടകത്തിന്റെ 20ാമത് സംസ്ഥാന കലോത്സവത്തിലേക്ക് സ്വാഗതം. വിബ്ജിയോർ ഓണവിത് 2025. നമ്മൾക്കറിയാം, നമ്മളിപ്പോൾ ഒരുപാട് കലോത്സവ വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്, കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഡോക്ടേഴ്സ് അവരുടെ കഴിവുകൾ ഇങ്ങനെ മാറ്റിവെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പൊ നമ്മുടെ കൂടെയുള്ളത് ഫിലിം സോങ് കാറ്റഗറിയിൽ മത്സരമൊക്കെ കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ റിസൾട്ടിനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടറാണ് ഡോക്ടർ യദുകൃഷ്ണൻ. ഡോക്ടർ സ്ഥലം എവിടെയാണ്? പെരിന്തൽമണ്ണയാണ്. അപ്പൊ നമ്മള് ഇതിനു മുൻപും ഇതുപോലെ കലോത്സവത്തിൽ IMA കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. പാട്ട് പഠിക്കുന്ന ആളാണോ? കുറച്ച് പഠിച്ചിട്ടുണ്ട്, കൂടുതലായിട്ട് പഠിച്ചിട്ടില്ല. പാട്ട് പാടാൻ ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു ഇഷ്ടത്തിന്റെ പുറത്ത് കലോത്സവത്തിൽ പങ്കെടുക്കാൻ ആദ്യത്തെ തവണ വന്നിട്ട് തന്നെ സ്റ്റേറ്റ് ലെവൽ എത്തിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു സന്തോഷത്തിൽ കൂടി ആയിരിക്കും അല്ലേ? ആദ്യം ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കാം എന്നുള്ള രീതിയിൽ അത് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോഴാണ് സ്റ്റേറ്റ് ലെവൽ എത്തിയിട്ടുള്ളത്. അപ്പൊ ഈ വിജയിച്ചാലില്ലെങ്കിലും നമുക്ക് എന്തായാലും ആ ഒരു ചാൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു സന്തോഷം. അതെ, ആ ഒരു സന്തോഷത്തിൽ ഇരിക്കുകയാണ്. അപ്പൊ എങ്ങനെയുണ്ട് കലോത്സവം? വളരെ മനോഹരമായിട്ട് എല്ലാം ഓർഗനൈസ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ടൈം ഞാൻ വരുന്നത് തന്നെ എല്ലാവരുടെയും പെർഫോമൻസ് കണ്ടിട്ട് ശരിക്കും എന്താ പറയുക, ഭയങ്കരമായിട്ട് അങ്ങ് ആശ്ചര്യച്ചു പോകുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നില്ല. അപ്പൊ ഇനി വരും വർഷങ്ങളിലെ കലോത്സവത്തിലും നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? തീർച്ചയായും. ഫിലിം സോങ് കാറ്റഗറി മാത്രമാണോ, വേറെ ഏതെങ്കിലും ഐറ്റത്തിൽ? ഇല്ല, ഇതിൽ മാത്രമായിരുന്നു. അപ്പൊ പാട്ടൊക്കെ നമുക്കറിയാം, ഡോക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നല്ല ബിസി ആയിരിക്കും, ഒരുപാട് സീരിയസ് മാറ്റേഴ്സ് ആയിരിക്കും നിങ്ങളുടെ എപ്പോഴും ലൈഫിൽ ഉണ്ടായിരിക്കും. അപ്പൊ അതിനിടയിൽ പാട്ട് പാടാനും അതിനൊക്കെ സമയം കിട്ടാറുണ്ടോ? എങ്ങനെയാ സമയം കണ്ടെത്തും? നമ്മുടെ ഒരു സന്തോഷം അതൊക്കെയാണല്ലേ. നമ്മളിങ്ങനെ പാട്ട് മറ്റു മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു IMA കലോത്സവം എന്നുള്ളതല്ലാതെ തന്നെ മറ്റേ ചെറുപ്പത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ MBBS ആയപ്പോ അങ്ങനെ കുറെയൊക്കെ എന്താ പറയാ, കരിയർ ഓറിയന്റഡ് ആയിട്ട് അങ്ങനെ പോകുമ്പോ നമ്മുടെ പാഷൻ അങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ്. മനസ്സിന്റെ ഉള്ളിൽ എപ്പോഴും അത് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇപ്പൊ ഒരു അവസരം കിട്ടിയപ്പോൾ നമ്മൾ അതിനെ പൊടി തട്ടിയെടുത്തു. ഇവിടെ ഇങ്ങനെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു സ്കൂളിലൊക്കെ കലോത്സവത്തിന് പോകുമ്പോൾ നമ്മൾ അങ്ങനെയല്ലേ, കൂട്ടുകാരൊക്കെ ആയിട്ട് അത് ആഘോഷിക്കുന്ന ഒരു ഫീൽ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇവിടെ വരുമ്പോ അങ്ങനെ ഒരു ഫീൽ കിട്ടുന്നുണ്ടോ? എങ്ങനെയാ ഇവിടത്തെ കലോത്സവം? ഇത് കുറച്ചൊരു ഡിഫറെന്റ് ആയിട്ടാ ഫീൽ ചെയ്യുന്നത് എനിക്ക്. കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള പാർട്ടിസിപ്പൻസ്. മത്സരങ്ങളൊക്കെ എങ്ങനെയുണ്ട്? എല്ലാവരും നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്? എല്ലാവരും തന്നെ നല്ല എഫേർട്ട് എടുത്ത് നന്നായിട്ട് തന്നെ പാടും. ഡോക്ടറുടെ കാറ്റഗറി മാത്രമാണല്ലോ, എല്ലാ ഐറ്റംസും കാണാനൊക്കെ? എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഡോക്ടർ ഭരതനാട്യം ഉണ്ടായിരുന്നു, അതും കണ്ടു. ഇനിയും ഇതുപോലെ നമ്മൾ കാണാനായിട്ട് ആഗ്രഹിക്കുന്ന വേറെ ഏതെങ്കിലും ഐറ്റംസ്? ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്, നമുക്കറിയാം. പല 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 ഐറ്റംസ് ആണ് ഈ 2 ദിവസങ്ങളായിട്ട് ഇവിടെ അരങ്ങേറുന്നത്. അപ്പോൾ ഇനി ഡോക്ടർ കാണാനായിട്ട് ആഗ്രഹിക്കുന്ന വേറെ ഏതെങ്കിലും ആയിട്ടുണ്ടോ? ഓർക്കസ്ട്ര ഒരു പ്രോഗ്രാം ഉണ്ട്, അത് കാണുന്നുണ്ട്. അപ്പൊ എന്തായാലും ഡോക്ടർ ഇപ്പൊ ഫിലിം സോങ് കാറ്റഗറിയിലാണ് പങ്കെടുത്തത്. അതുകൊണ്ട് തന്നെ പാട്ടുകാരനായ ഒരു ഡോക്ടറെ കിട്ടുമ്പോൾ പാട്ട് പാടാതെ പോകാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾക്കൊരു പാട്ട് പാടിത്തരോ? ശരി, ഇന്ന് പാടിയ പാട്ടിന് 2 വരി പാടാം. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തയിൽ സ്നേഹാർദ്രമാ ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ. നിൻ മൗനമോ പൂമാനമായി, നിൻ രാഗമോ ഭൂപാളമായി, എൻ മുന്നിൽ നീ പുലർകന്യയായി. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പൊൻതന്തയിൽ. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പാട്ട്, നല്ല രസമായിട്ട് പാടി. ഇനി നമ്മൾ റിസൾട്ടിനായിട്ടുള്ള കാത്തിരിപ്പാണ്. എനിക്ക് തോന്നുന്നു ഇതുപോലെ പാടുന്ന ഡോക്ടേഴ്സ് ആവുമ്പോൾ മത്സരം ഇത്തിരി കടുപ്പാണല്ലേ? അപ്പൊ റിസൾട്ട് വരുന്നത് ശരിക്കും കാത്തിരുന്ന് തന്നെ കാണണം. കാരണം ഡോക്ടേഴ്സ് നമ്മൾ വിചാരിക്കില്ലല്ലോ ഡോക്ടേഴ്സ് ഇങ്ങനെ പാടും, ഇങ്ങനെ ഡാൻസ് ചെയ്യും, അല്ലെങ്കിൽ ഇങ്ങനെ ഇത്രയും അവര് കുറച്ചൊരു വേറെ കാറ്റഗറി എന്നുള്ള പോലെയാണ് സാധാരണക്കാർ കാണുന്നത്. അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ ഈ കഴിവുകളൊക്കെ കാണുമ്പോൾ എന്താ പറയാ, അതൊരു ഞങ്ങളെ പോലുള്ള സാധാരണക്കാർക്ക് ശരിക്കും ഒരു അത്ഭുതമാണ്. അപ്പൊ എന്തായാലും റിസൾട്ട് വരാനായിട്ട് വെയിറ്റ് ചെയ്യാണ്. എല്ലാവിധ ആശംസകളും നേരെയാണ്. ഇതിപ്പോ ആദ്യത്തെ വേദിയാണെന്ന് പറഞ്ഞു, ഇനി വരുന്ന ഒരുപാട് വേദികളും ഇതുപോലെ മനോഹരമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. നല്ല വിജയങ്ങൾ ഉണ്ടാവട്ടെ. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്.